രാവിലെ 7:30യോടെയാണ് ഗോപിനാഥ് മുണ്ടയ്ക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയ വിവരം ലോകമറിയുന്നത്. ദുരന്തമറിഞ്ഞ് ആദ്യം എയിംസിലേക്ക് എത്തിയത് മുണ്ടയുടെ പ്രിയ സഹപ്രവർത്തകൻ കൂടിയായ BJP മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനും. അതോടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ജനത്തിരക്കായി. നേതാക്കളും മാധ്യമങ്ങളും ഒഴുകിയെത്തി. വൈകാതെ നിതിൻ ഗഡ്കരി മാധ്യമങ്ങൾക്ക് മുന്നിൽ മരണവാർത്ത സ്ഥിരീകരിച്ചു. തുടർന്ന് എയിംസിൻ്റെ ഔദ്യോഗിക വിശദീകരണവും പുറത്തുവന്നു. ഇതിനിടെ BJP ആസ്ഥാനത്തേക്കും പ്രവർത്തകരും നേതാക്കളും എത്തി. 10 മണിയോടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും എയിംസിലെത്തി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. അതോടെ BJP ആസ്ഥാനമായി ശ്രദ്ധാകേന്ദ്രം. മന്ത്രിമാരായ രവിശങ്കർ പ്രസാദും പ്രകാശ് ജാവ്ദേക്കറും പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. അതിനിടെ മഹാരാഷ്ട്രയിൽ നിന്ന് മുണ്ടയുടെ മകളും മറ്റു ബന്ധുക്കളും ഡൽഹിയിലുമെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1 മണിയോടെ മൃതദേഹം BJP ആസ്ഥാനത്തെത്തിയപ്പോഴേക്കും ജനത്തിരക്ക് നിയന്ത്രണാതീതമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ഗോപിനാഥ് മുണ്ടയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2:30യോടെ വിലാപയാത്രയായി മൃതദേഹം ഡൽഹി വിമാനത്താവളത്തിലേക്ക്, പിന്നീട് പ്രത്യേക സൈനിക വിമാനത്തിൽ മഹാരാഷ്ട്രയിലേക്കും. മെയ് 16 മുതൽ ആഹ്ലാദം അലതല്ലിയിരുന്ന BJP ആസ്ഥാനം ഇപ്പോൾ ശോകമുഖമാണ്. സംസ്ഥാന ഘടകത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ സമുന്നതനായ ഒരു നേതാവിനെയാണ് BJPക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ക്യാമറാമാൻ CR രജിത്തിനൊപ്പം D ശ്രീജിത്ത്, മീഡിയ 1.